നാഷണൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ ഓൺലൈൻ ക്ലാസ് റൂമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും സ്വാഗതം. സെക്കൻഡ് ഇയറിലെ പൊളിറ്റിക്കൽ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററിലെ ചില ഭാഗങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രാഷ്ട്ര നിർമ്മാണത്തിലെ വെല്ലുവിളികൾ, പ്രധാനപ്പെട്ട 3 വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു എന്ന് വിശദീകരിച്ചു. ആ വെല്ലുവിളികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്നത്. അതായത് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട 3 പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായിരുന്നു രാഷ്ട്ര നിർമ്മാണം. രണ്ടാമത്തതായിരുന്നു ജനാധിപത്യ സ്ഥാപനം എന്ന് പറയുന്നത്. മൂന്നാമത്തതായിരുന്നു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും, അതായത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും ക്ഷേമവും വികസനവും ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട വെല്ലുവിളികളാണ് സ്വതന്ത്ര ഇന്ത്യ നേരിട്ടിരുന്നത്. ആ വെല്ലുവിളികളിലെ ഒന്നാമത്തെ വെല്ലുവിളിയാണ് രാഷ്ട്ര നിർമ്മാണം എന്ന് പറയുന്നത്. ആ വെല്ലുവിളിയിൽ എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. രാഷ്ട്ര നിർമ്മാണം നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പാർട്ടീഷൻ അഥവാ വിഭജനം, സ്ഥാന ചലനവും പുനരധിവാസവും. ഈ ടോപ്പിക്കാണ്, അല്ലെങ്കിൽ പാർട്ടീഷനായിരുന്നു, വിഭജനമായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. എന്ത് വിഭജനം? 1947 ഓഗസ്റ്റ് 14-15 ബ്രിട്ടീഷുകാർ ഇന്ത്യ സ്വതന്ത്രമാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് വിട്ടുപോയി. അന്നേ ദിവസം തന്നെ ഇന്ത്യ 2ആയി വിഭജിക്കപ്പെടുകയും ചെയ്തു. ഇന്ത്യ പാകിസ്ഥാൻ എന്നും ഇന്ത്യ എന്നും ഉള്ള 2 രാജ്യങ്ങളായി മാറുകയും ചെയ്തു. എന്താണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന വർഗീയതയുടെ വളർച്ചയാണ് രാജ്യത്തിൻ്റെ വിഭജനത്തിൽ പര്യവസാനിച്ചതെന്നുള്ളതാണ്. ആ വർഗീയതയാണ് പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇവിടെ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും 2 രാജ്യങ്ങളായി മാറാൻ ഇടയാക്കിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന് പിന്നിൽ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ അധ്വാനിച്ച പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അതിനോടൊപ്പം തന്നെ നിന്നുകൊണ്ട് പ്രവർത്തിച്ച മറ്റൊരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഈ മുസ്ലിം ലീഗാണ് മുന്നോട്ട് വെച്ച സിദ്ധാന്തമാണ് 2 നാഷൻ തിയറി അഥവാ ദ്വിരാഷ്ട്ര സിദ്ധാന്തം. അതായത് ഈ 2 നാഷൻ തിയറി മുന്നോട്ട് വെക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ഒരു രാഷ്ട്രം വേണമെന്നുള്ള ആവശ്യമാണ്. 2 നാഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദുക്കൾക്ക് ഇന്ത്യയും മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനും എന്നുള്ള ആശയമാണ്. അപ്പോൾ 2 നാഷൻ തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ 2 നാഷൻ തിയറിയെ കോൺഗ്രസും നിശ്ചിതമായി വിമർശിച്ചു. അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ രൂപീകരണത്തെയും അവർ ശക്തമായി എതിർത്തു. എന്നാൽ ആ എതിർപ്പുകളൊന്നും കാര്യമായിട്ട് പ്രതിഫലിച്ചില്ല എന്ന് തന്നെ പറയാം. കാരണം 1940കളിലെ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരുന്ന കലാപങ്ങളും വർഗീയ കലാപങ്ങളും അക്രമങ്ങളും ലഹളകളും ഇന്ത്യയെ വെട്ടിമുറിക്കാൻ തന്നെ നിർബന്ധിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന ആ വർഗീയ കലാപങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിലേക്ക് നയിച്ചത് എന്നും മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യ നേരിട്ട 3 പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാമത്തെ വെല്ലുവിളിയാണ് രാഷ്ട്ര നിർമ്മാണം. ആ രാഷ്ട്ര നിർമ്മാണം നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. അതിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം. നമ്മൾ ഇന്ത്യയെ രൂപീകരിക്കാൻ ശ്രമിച്ചപ്പോൾ
1947 ഓഗസ്റ്റ് 14-15 തന്നെ ഇന്ത്യയെ രണ്ടായി പിളർക്കേണ്ടി വന്നു. അതിന് ഉള്ള കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ നട്ടു നനച്ച വർഗീയതയും വർഗീയ കലാപങ്ങളുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നത്. അതിലേക്ക് മുസ്ലിം ലീഗിൻ്റെ 2 നാഷൻ തിയറി എന്ന് പറയുന്ന സിദ്ധാന്തവും കൂടെ അതിൽ പ്രതിഫലിച്ചു. അങ്ങനെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യയെ രണ്ടായി വെട്ടി മുറിച്ചു എന്നർത്ഥം. പ്രോസസ് ഓഫ് പാർട്ടീഷൻ എന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. വിഭജനത്തിൻ്റെ പ്രക്രിയ. നമ്മുടെ ഈ ടോപ്പിക്കിൽ മൂന്നാമത്തെ ടോപ്പിക്കാണത്, വിഭജനത്തിൻ്റെ പ്രക്രിയ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ. ഇന്ത്യയെ 2 ഭാഗമാക്കി മാറ്റുക എന്നുള്ളത്, അല്ലെങ്കിൽ 2 രാജ്യമാക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുഷ്കരമായ ഒന്നായിരുന്നു എന്നുള്ളതാണ്. മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മതഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജനം നടത്തുക എന്ന ആശയം പ്രത്യക്ഷത്തിൽ ലളിതമാണ് എന്ന് തോന്നാമെങ്കിലും പ്രയോഗത്തിൽ അത് എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും സൃഷ്ടിച്ചു എന്നുള്ളതാണ്. പ്രധാനമായും 4 പ്രശ്നങ്ങളാണ് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടത്തിയപ്പോൾ ഉണ്ടായത്. അതിൽ ഒന്നാമത്തെ പ്രശ്നമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ, അതായത് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ആയിട്ടുള്ള ഒരു ഏക മണ്ഡലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഇന്ത്യയുടെ 2 ഭാഗങ്ങളിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. 2 ഭാഗങ്ങളിൽ, അത് ഒന്ന് കിഴക്കും മറ്റൊന്ന് പടിഞ്ഞാറുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെ ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. അപ്പോൾ 2 മേഖലകളിലായിട്ടായിരുന്നു മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ. ഒരു ഏക മേഖല, മുസ്ലിങ്ങൾ മാത്രം താമസിക്കുന്ന ഒരു ഏക മേഖല ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി ഈ മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്ത് തന്നെ അതിൻ്റെ ഉള്ളിൽ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ പ്രദേശം എടുത്ത് പാകിസ്ഥാൻ ആക്കാൻ പറ്റില്ലായിരുന്നു എന്നർത്ഥം, പ്രയാസമായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ പുതിയ രാജ്യമായി പാകിസ്ഥാനെ 2 മേഖലകൾ ഉണ്ടായിരിക്കുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പം ഒന്ന് വടക്കൻ പാകിസ്ഥാനൊന്നും മറ്റൊന്ന് കിഴക്കൻ പാകിസ്ഥാനൊന്നും. അതായത് ഇപ്പോൾ നമ്മളെ ബംഗ്ലാദേശും അതുപോലെ തന്നെ നിലവിലുള്ള പാകിസ്ഥാൻ, ഇങ്ങനെ കിഴക്കൻ പാകിസ്ഥാനെന്നും പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന രീതിയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നത്. പാകിസ്ഥാനെ തന്നെ 2 ഭാഗങ്ങളായിട്ട്. ഇന്ത്യയുടെ സെൻട്രലിലൂടെ പോകണം കിഴക്കൻ പാകിസ്ഥാനിലേക്ക്. കിഴക്കൻ പാകിസ്ഥാനിലുള്ളവർക്ക് പടിഞ്ഞാറൻ പാകിസ്ഥാനിലേക്ക് എത്താനും ഇന്ത്യയുടെ സെൻട്രലിലൂടെ പോകേണ്ടിയിരുന്നു. 2 ഭാഗത്തുമായിട്ടായിരുന്നു പാകിസ്ഥാൻ ഉണ്ടായിരുന്നത് അന്ന് എന്നുള്ളതാണ്. പിന്നീടാണ് 1971 ഈ 2 പാകിസ്ഥാനും കൂടെ ഈ ഒരു യുദ്ധം, ഇന്ത്യയുമായിട്ടുള്ള ഒരു യുദ്ധത്തിൽ 2 ബംഗ്ലാദേശായും പാകിസ്ഥാനുമായിട്ട് മാറുന്നത്. അത് നമുക്ക് പിന്നീട് പഠിക്കാനുണ്ട്. അപ്പം ഒന്നാമത്തെ പോയിന്റ് എന്തായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം സൃഷ്ടിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെന്ന് ചോദിച്ചാൽ, ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഉള്ള ഒരു ഏക മേഖല ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തത്, മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലും പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളിൽ ഭൂരിഭാഗം ആളുകളും ഇങ്ങനെ ഒരു വിഭജനത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലെ ആളുകളൊന്നും പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. നമ്മൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് പാകിസ്ഥാനും ഹിന്ദുക്കൾക്ക് ഇന്ത്യയും എന്നൊക്കെ ആശയത്തിലൂടെ പറയാമെങ്കിലും മുസ്ലിങ്ങൾ പോലും അതിന് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ പ്രശ്നമായിട്ട് മാറിയത്. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രവിശ്യയിലെ, അതായത് നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രൊവിൻസ്, നേഫ എന്ന് പറയും, അവിടെ ഉണ്ടായിരുന്ന സ്വതന്ത്ര സമര സേനാനിയായിരുന്ന അതിർത്തി ഗാന്ധി നമ്മൾ അറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ ഇതിനെ നിശിതമായി വിമർശിക്കുന്ന ആളായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെയും 2 നാഷൻ തിയറിയെയും ഒക്കെ. ഈ എതിർപ്പൊക്കെ അവഗണിക്കപ്പെട്ടുകൊണ്ട് തന്നെ വടക്കൻ പാകിസ്ഥാനെന്നും കിഴക്കൻ പാകിസ്ഥാനും എന്ന രീതിയിൽ ഇന്ത്യയെ വെട്ടിമുറിച്ചു എന്നുള്ളതാണ്. ദെൻ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നേരിട്ട മൂന്നാമത്തെ പ്രശ്നമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രവിശ്യകളായ പഞ്ചാബിലും ബംഗാളിലും അമുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള അനേകം വലിയ പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. ഇനി വടക്കൻ പാകിസ്ഥാനെന്നും കിഴക്കൻ പാകിസ്ഥാനെന്നുമായിട്ട് നമ്മൾ 2ആയിട്ട് പാകിസ്ഥാൻ കൊടുത്തു എങ്കിൽ പോലും ആ പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ, വടക്കൻ പാകിസ്ഥാൻ്റെ ഉള്ളിൽ തന്നെ അതുപോലെ തന്നെ കിഴക്കൻ പാകിസ്ഥാൻ്റെ ഉള്ളിലും അമുസ്ലിങ്ങളായ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അതുപോലെ സിഖുകാരുമായിട്ടുള്ള നിരവധി പേര് ആ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ താമസമുണ്ടായിരുന്നു, അവിടെ അധിവസിക്കുന്ന ആളുകളുണ്ടായിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രശ്നം. 50% മുസ്ലിങ്ങളെ ഉള്ള ജില്ലകളും താലൂക്കുകളും പാകിസ്ഥാനിൽ ചേരാൻ തീരുമാനിച്ചു.
അങ്ങനെ ഓഗസ്റ്റ് 14-15 അർദ്ധരാത്രിയിൽ നിന്നും ഈ തീരുമാനം നടപ്പിലായത്. 1947 ഓഗസ്റ്റ് 14-15 അർദ്ധരാത്രിയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിൻ്റെ പ്രഖ്യാപനം വരുന്നത്. പടിഞ്ഞാറൻ പാകിസ്ഥാനെന്നും കിഴക്കൻ പാകിസ്ഥാനെന്നും വിഭജിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപപ്പെട്ടു വരുന്ന അർദ്ധരാത്രിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ത്യയിലുള്ള പല ആളുകളും ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. പടിഞ്ഞാറൻ പാകിസ്ഥാനിലുള്ള ആളുകളും അറിഞ്ഞിട്ട് കിഴക്കൻ പാകിസ്ഥാനിലുള്ള ആളുകളും തങ്ങൾ ഏത് രാജ്യത്താണ് എന്ന് അവർക്ക് അറിവില്ലായിരുന്നു എന്നുള്ളതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ അന്ന് ഈ പ്രവിശ്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങളും അവർ ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് അറിവില്ലായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ പാകിസ്ഥാൻ വിഭജിച്ചപ്പോൾ ഉണ്ടായ 4ാമത്തെ പ്രശ്നമാണ്. വിഭജന പ്രക്രിയയിലെ ഏറ്റവും അനിയന്ത്രിതമായ ഒരു പ്രശ്നമാണ് ഇത്. അതിർത്തിയുടെ ഇരുവശങ്ങളിലും ഉള്ള ന്യൂനപക്ഷങ്ങളുടേതായിരുന്നു. പാകിസ്ഥാൻ്റെ ബോർഡറിലുള്ള ന്യൂനപക്ഷങ്ങളും ഇന്ത്യയുടെ ബോർഡറിലുള്ള ന്യൂനപക്ഷവും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ലക്ഷക്കണക്കിന് ഹിന്ദുക്കളും സിഖുകാരും പാകിസ്ഥാനിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു, ബോർഡറുകളിൽ ഉണ്ടായിരുന്നു. അത്ര തന്നെ മുസ്ലിങ്ങളെ ഇന്ത്യയിലെ പഞ്ചാബിലും ബംഗാളിലും ഡൽഹിയിലും ഉണ്ടായിരുന്നു. താമസിയാതെ തർക്കങ്ങൾ നടക്കുകയും കലാപങ്ങൾ നടക്കുകയും ചെയ്തപ്പോൾ അപ്പോഴാണ് ഈ പാവങ്ങൾ അറിയുന്നത് തങ്ങൾ കെണിയിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളും പാകിസ്ഥാനുള്ള ഹിന്ദുക്കളും അല്ലെങ്കിൽ അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളും കെണിയിൽപ്പെട്ടിരിക്കുന്നു. വിഭജിക്കപ്പെട്ടപ്പോൾ തന്നെ ഇരുവശങ്ങളിലും ഉള്ള ന്യൂനപക്ഷങ്ങളെ ക്രൂരമായിട്ട് അക്രമങ്ങൾക്കിരയായി. പാകിസ്ഥാനിൽ ഭൂരിപക്ഷമുള്ള മുസ്ലിങ്ങളെ അവിടെ ന്യൂനപക്ഷമായ ഹിന്ദുക്കളെയും അല്ലെങ്കിൽ അമുസ്ലിങ്ങളെയും ആക്രമിക്കുകയും അവരുടെ കൊള്ളയടിക്കുകയും ചെയ്യാൻ തുടങ്ങി. അതേപോലെ തന്നെ ഇന്ത്യയിലെ ന്യൂനപക്ഷമായ മുസ്ലിം പ്രദേശങ്ങളെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ചെറിയ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുകയും കൊല ചെയ്യിപ്പിക്കുകയും ആട്ടി ഓടിപ്പിക്കുകയും ചെയ്തു. ഈ അക്രമങ്ങളൊക്കെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം കഴിഞ്ഞാൽ അത് അവസാനിക്കുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ആ അക്രമങ്ങളോ ലഹളകളോ കലാപങ്ങളോ അങ്ങനെ പെട്ടെന്ന് കെട്ടിയടങ്ങിയില്ല. നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് അത് മാറുകയും ആ കലാപങ്ങൾ ന്യൂനപക്ഷങ്ങളെയും അതുപോലെ തന്നെ ഇരുവശത്തുള്ള ന്യൂനപക്ഷങ്ങളുടെ സ്വത്തിനും വീടിനും നാടിനും അതുപോലെ തന്നെ മറ്റുമൊക്കെ വൻ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എങ്ങനെയായിരുന്നു, എന്താണ് അതിനുള്ള കാരണം, ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായി വിഭജിക്കാനുള്ള കാരണം എന്തായിരുന്നു, അത് നമ്മൾ പറഞ്ഞു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കുത്തിവെച്ച വർഗീയ ലഹളകളും വർഗീയതയായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് കാരണം. അതിന് ഇടയാക്കിയ ഒരു സംഭവമായിരുന്നു 2 നേഷൻ തിയറി. മുസ്ലിം ലീഗാണിത് മുന്നോട്ട് വെച്ചത്. അങ്ങനെ 2 നേഷൻ തിയറി പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും വിഭജിച്ചപ്പോൾ നിരവധി പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട 4 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഇന്ത്യയുടെ അതിർത്തിക്ക് ഇരുവശവും മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രത്യേക മേഖല ഉണ്ടായിരുന്നില്ല. ഇനി മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിൽ തന്നെ അവിടെ ഉള്ള ജനങ്ങൾ മുസ്ലിങ്ങളാരും ഈ പാകിസ്ഥാനിൽ ചേരാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇങ്ങനെ ഈ 4 പോയിന്റുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിലുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ആ 4 പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ടോപ്പിക്കാണ് കോൺസിക്വൻസസ് ഓഫ് പാർട്ടീഷൻ. ഇങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോൾ ഉണ്ടായ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇതിനോടൊരു ഒരു വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വിഭജനവുമായി ബന്ധപ്പെട്ട്. In March 1947, Earl Louis Mountbatten and his wife Edwina arrive in New Delhi. The great-grandson of Queen Victoria and second cousin to George VI, Mountbatten brings a regal presence to the drama of India's independence. As the last viceroy, he bears responsibility for India's fate. 2nd of April, 1947. I have now completed my first week in office.
I should like to be able to paint an encouraging picture of my first impressions, but feel it would be misleading if I did so. The scene here is one of unrelieved gloom. At this early stage, I can see little common ground on which to build any agreed solution for the future of India. The only conclusion I have been able to come to is that unless I act quickly, I may well find the real beginnings of a civil war on my hands. By May, attempts to create a unified India have failed. Gandhi retreats from political life. Muhammad Ali Jinnah, leader of the Muslim League, and Jawaharlal Nehru of the Indian National Congress concede to divide India. Fearing a total loss of control, Mountbatten brings forward the transfer of power to August. Two nations will be created by partition, a secular India and a new homeland for India's Muslims, Pakistan. Nehru addresses the people of India. Long years ago, we made a tryst with destiny, and now the time comes when we shall redeem our pledge. At the stroke of the midnight hour, when the world sleeps, India will awake to life and freedom. The 15th of August, 1947. The British Empire in India has come to an end. The last Viceroy, Louis Mountbatten. The flag raising and the salute were done amid scenes of the most fantastic rejoicing. And as the flag broke, a brilliant rainbow appeared in the sky, which was taken by the crowd as a good omen. Qasim Muhammad. On the 15th of August came freedom. The freedom to burn, loot and murder. While Delhi and Karachi were celebrating, central Punjab was burning. Between August 1947 and March 1948, 4.5 million Hindus and Sikhs are forced to migrate from Pakistan to India. 6 million Muslims must move in the opposite direction. Britons and Indians witness the bloodshed. Shahid Ahmed. It is a battleground. People have gone mad. Trains to Pakistan are being looted and occupants slaughtered. We all knew that carnage was in the offing. So did Mountbatten. The British Empire, which tried to build India over centuries, can never live down this great tragedy. Lieutenant Colonel Hubert Boyd Hudson. The sight from the air was awe-inspiring. In this chaos, millions of refugees were struggling to get to India or Pakistan. Thousands of others were doing their best to prevent them, murdering them by the hundred. But death is nothing. There are things more terrible than death. $10 million people are displaced in the partition of India. 1 million are dead. By the summer of 1948, most of the British have left. Hubert Boyd Hudson has been in India for 15 years. India is full of ghosts. Houses I have lived in, now inhabited by Indians, remind me of the days which will never come again. When the Viceroy drove past with a cavalry escort in red coats,
I have seen the greatness of the British in India. But now it is all ended, and we are the last to leave. The few who are trying to tidy up the mess which the sudden splitting of an old empire has caused. Britain has lost its greatest imperial possession. Mahatma Gandhi once said that if India became free, the rest of the empire would follow. In the next 10 years, the fire of India's independence will spread around the globe, from the Middle East to Africa.